ഇന്ന് നമ്മൾ ടൊയോട്ട ഹൈലാൻഡർ എന്ന വണ്ടി ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. കുറേ പേരും ചോദിക്കുന്നുണ്ടായിരുന്നു ഈ വണ്ടിയുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അതായത് ഈ വണ്ടി ഇവിടെ അധികം ഇറങ്ങിയിട്ടില്ല, യു കെയിൽ അധികം ഇറങ്ങിയിട്ടില്ല. ഇത് ഈ ഒരു US അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ബട്ട് UK 21 ഈ വണ്ടി ഇറങ്ങിയത്. അപ്പം കുറച്ച് പേരൊക്കെ വാങ്ങി, കുറച്ച് ഹൈലാൻഡറൊക്കെ കാണാം, പക്ഷേ അധികം ഇറങ്ങിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒന്ന് ഇത് ഹെവി സൈസ് വണ്ടി പ്ലസ് ഇതിൻ്റെ വില, അപ്പം അതൊക്കെ വെച്ചിട്ടാണെന്ന് തോന്നുന്നു ആൾക്കാർ കൂടുതലും മറ്റ് മെർസഡീസ് അല്ലെങ്കിൽ BMW ഓപ്ഷന് പോകും അത്രയും വിലയൊക്കെ കൊടുക്കുമ്പം. ഈ വണ്ടിയുടെ വില എന്ന് പറയുന്നത് 52,000 ആയിരുന്നു ഓൺ റോഡ് ഞാൻ വാങ്ങിച്ച സമയത്ത്. 21 ഒക്ടോബറിലാണ് ഞാൻ വാങ്ങിച്ചത്. ഇപ്പോൾ ഏകദേശം 3 വർഷം ആകുന്നു. ടൊയോട്ട ഹൈലാൻഡർ എന്ന് പറയുമ്പോൾ ഇത് 2.5cc 7 സീറ്റർ SUV വണ്ടിയാണ്, ഹൈബ്രിഡാണ്. അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ 7 അഡൽറ്റ്സിന് ഇരിക്കാൻ പറ്റും. ഏറ്റവും ബാക്കിലത്തെ സീറ്റിൽ 2 പേർക്കുള്ളതാണ്. അതിൽ നല്ല സൈസുള്ള 2 പേർക്ക് ഇരിക്കാൻ പറ്റും. നമ്മൾ 7 അഡൽറ്റ്സ് ഇരുന്നു ഒരുപാട് തവണ യാത്ര ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഹൈബ്രിഡ് ഇത് പെട്രോൾ ഹൈബ്രിഡാണ്. പലതരത്തിലുള്ള ഹൈബ്രിഡ് ഉണ്ട്. ഇത് പെട്രോൾ ഹൈബ്രിഡ്. അതായത് വണ്ടി ഓടുമ്പോൾ നമ്മൾ ഡീസൽ റേറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് വണ്ടി ബ്രേക്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റേ ഇറക്കമൊക്കെ ഇറങ്ങുന്ന സമയത്ത് ബാറ്ററി ചാർജ് ആകും. അപ്പോൾ അത് കാരണം നമുക്ക് കുറച്ചുകൂടെ മൈലേജ് കിട്ടും. ഞാൻ വണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ടൊയോട്ട കൊറോള ചെറിയ ഹാഷ് ബാക്ക് കാറാണ്. അപ്പോൾ ആ കാറിൻ്റെ ഒരു മൈലേജ് ഈ കാറിനും കിട്ടുന്നുണ്ട്. അതായത് 2.5cc 4x4 ആണ്. അപ്പം ഇത്രയും വലിയൊരു വണ്ടിക്ക് അത് കിട്ടുക എന്ന് പറയുന്നത് ഈ ഹൈബ്രിഡിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. പിന്നെ ഇപ്പോൾ അറിയാമല്ലോ, ടൊയോട്ട വണ്ടി 10 ഇയർ വാറൻറ്റിയോട് കൂടിയാണ് വരുന്നത്. നമ്മൾ ഓരോ വർഷവും അവർ തന്നെ സർവീസ് ചെയ്യുവാണെങ്കിൽ. പിന്നെ ഇതിൻ്റെ സ്പേസൊക്കെ ഞാൻ കാണിച്ചു തരാം, ഇൻറ്റീരിയർ കാണിച്ചു തരാം. എനിക്ക് ഈ വണ്ടിയുടെ അങ്ങനെ വലിയ ടെക്നിക്കൽ വശങ്ങളൊന്നും അറിയത്തില്ല. ഞാൻ ജസ്റ്റ് 3 വർഷമായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ വണ്ടി എങ്ങനെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്, അത് മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ടയറൊക്കെ ആണെങ്കിൽ 20 ഇഞ്ച് ട്യൂബ്ലെസ് ടയറാണ്, അലോയി ആണ്. പിന്നെ ഈ സ്റ്റെപ്പ് നമ്മൾ എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്തതാണ്. കാരണം വണ്ടിക്ക് അത്യാവശ്യം കുറച്ച് ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് നമ്മൾ പുറകിലൊക്കെ ആൾക്കാർക്ക് കയറാനൊക്കെ കുറച്ച് ഹൈറ്റ് പ്രോബ്ലം ഉണ്ട്, കുട്ടികൾക്കൊക്കെ ആയിരുന്നു. അപ്പം നമ്മുടെ കുട്ടികളൊക്കെ ചെറുതായതുകൊണ്ട് സ്റ്റെപ്പ് നമ്മൾ എക്സ്ട്രാ ഫിറ്റിംഗ് വെച്ചതാണ്. പിന്നെ ബാക്കി കാര്യങ്ങൾ, ഇതിൻ്റെ ഡിക്കി സ്പേസ് ഞാൻ കാണിച്ചു തരാം. ഡിക്കി അത്യാവശ്യം എനിക്ക് അതിൻ്റെ സൈസ് ഇപ്പോൾ ഓർമ്മയില്ല. ഇതിപ്പോൾ നമ്മൾ 7 സീറ്റും പൊക്കി കഴിഞ്ഞതിനുള്ള ശേഷമുള്ളതാണ്. സാധാ ഒരു ഹാഷ് ബാക്ക് കാറിൻ്റെ ഡിക്കി നമുക്ക് 7 സീറ്റും നൂത്ത് വെച്ച് കഴിയുമ്പോൾ തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ ഇത് സീറ്റ് മടക്കുകയാണെങ്കിലുള്ള സ്പേസ് കാണിച്ചു തരാം. സീറ്റ് മടക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. അത്യാവശ്യം ഭയങ്കര ഡിക്കിയാണ്. അപ്പോൾ നമ്മൾ ഈ വണ്ടിയിലാണ് യൂറോപ്പ് ട്രിപ്പൊക്കെ 1-2 തവണ പോയത്. അത്യാവശ്യം നമ്മുടെ എല്ലാ സാധനങ്ങളും വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഞാൻ വണ്ടിയുടെ അത്യാവശ്യം ഇൻറ്റീരിയർ ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, അത്യാവശ്യം ഇതാണ് നമ്മുടെ സ്പേസ്. ഇത് സീറ്റിങ്ങിന് ഇങ്ങനത്തെ ഉള്ള എല്ലാ പിന്നെ ഓട്ടോമാറ്റിക് ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. ഫ്രണ്ട് ആൻഡ് ബാക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്, പിന്നെ ലംബാർ സപ്പോർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ആണുള്ളത്. അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഇപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും. എന്നാലും നമുക്ക് ഇത് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയുടെ, അതായത് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ 70 മൈൽസാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഫ്രണ്ടിൽ പോകുന്ന വണ്ടി 70 കൂടുതലാണ്, ഇത് കറക്റ്റ് 70 തന്നെ പോകും. ഫ്രണ്ടിലത്തെ വണ്ടി സ്ലോ ചെയ്യുന്നതിനനുസരിച്ച് ഇതും സ്ലോ ചെയ്യും. തിരിച്ച് അത് ആ വണ്ടി മാറിക്കഴിയുമ്പം അല്ലെങ്കിൽ നമ്മൾ ലൈൻ മാറ്റി കൊടുത്താൽ നമ്മൾ സെറ്റ് ചെയ്ത് അതേ സ്പീഡിൽ പോകും. പിന്നെ ലൈൻ അസിസ്റ്റും ഉണ്ട്. ലൈൻ അസിസ്റ്റ് ഉണ്ടായതുകൊണ്ട് നമ്മൾ ഏത് ലൈനിലാണോ നിൽക്കുന്നത് അതിൽ കൂടെ തന്നെ പൊക്കോളും. അപ്പം നമുക്ക് വേണേൽ കൈവിട്ട് കുറച്ച് ഒരു ഏകദേശം 1 മിനിറ്റോളം ആണെന്ന് തോന്നുന്നു, അത്രയും നേരത്തേക്ക് ഇതിൻ്റെ സ്റ്റിയറിംഗ് വീല് സ്റ്റില്ലായിട്ട് തന്നെ നിൽക്കും. പിന്നെ അത് കഴിയുമ്പോൾ അത് നോട്ടിഫിക്കേഷൻ വരും കൈ പിടിക്കാൻ. അപ്പം നമ്മളിത് ടച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും അങ്ങനെ തന്നെ പോകും. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ അത് കട്ടാവും, ഓട്ടോമാറ്റിക് ഇത് കട്ടാവും. അപ്പോൾ അതാണ് ഇതിലെ ഏറ്റവും ഗുണമായിട്ടുള്ളൊരു ഓപ്ഷൻ. അതായത് നമ്മൾ ഫുള്ള് കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങ് ഇരിക്കേണ്ട കാര്യമില്ല മറ്റ് സാധാരണ ഇരിക്കുന്നതിൻ്റെ കൂട്ട്. പിന്നെ നമുക്കിതിൽ വരുന്നത് പിന്നെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ സെറ്റപ്പ് ഉണ്ട്. അതായത് മോഡ് ചേഞ്ച് ചെയ്യാൻ, അല്ലെങ്കിൽ നെക്സ്റ്റ് പാർട്ട് ഇത് സോങ്സ് മൂവ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ, വോളിയം കൺട്രോള്. പിന്നെ നമുക്ക് കമാൻഡ് കൊടുക്കാം, ഓരോ സെറ്റിങ്സൊക്കെ ചേഞ്ച് ചെയ്യാനുള്ളത്, ആ ഓപ്ഷനുണ്ട്. പിന്നെ ഇതിൽ സ്ക്രീൻ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മോണിറ്റർ. ഇപ്പം അതിൻ്റെ
നമ്മുടെ ഹൈബ്രിഡിൻ്റെ ചാർജിങ്ങിൻ്റെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബാറ്ററി ചാർജ്. പിന്നെ നമ്മൾ ഓടുന്നതിനനുസരിച്ച് കണ്ടല്ലേ, ഇപ്പോൾ എഞ്ചിനിൽ നിന്ന് ബാറ്ററിയിലോട്ട് ചാർജ് കയറുവാണ്, അല്ല തിരിച്ച് നമ്മൾ ഡീസലറേറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ കാണിക്കും. ഇത് ബാറ്ററി ചാർജിൻ്റെ അനുസരിച്ച് ഇത് വരും. പിന്നെ എത്ര മൈൽസ് റോഡ് എന്നുള്ളത്, ടെമ്പറേച്ചർ, ബാക്കി കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ഇതാണ്. പിന്നെ പല സ്ക്രീനുകളുണ്ട്. ഇങ്ങനെ നമുക്ക് എയർ പ്രഷർ കാണാം, ഇതിൻ്റെ 4 വീൽ ഡ്രൈവിൻ്റെ, പിന്നെ നമ്മൾ എന്തൊക്കെ ഓപ്ഷൻസ്, ഇപ്പം പ്രീ കൊളിഷൻ ഉണ്ട്, പാർക്കിംഗ് അസിസ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ ബ്ലൈൻഡ് സ്പോട്ടിൽ വണ്ടിയൊക്കെ വരുവാണെങ്കിൽ നമ്മൾ പാർക്കിംഗ് അസിസ്റ്റൊക്കെ ഓൺ ചെയ്തിടുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റാത്തതാണേലും വണ്ടി അത് ഇത് ചെയ്തിട്ട് ഓട്ടോ ബ്രേക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ സ്ക്രീനാണ്. പിന്നെ മേപ്പോട്ടും താപ്പോട്ടും പോകുന്നതനുസരിച്ച് അങ്ങനെ കുറേ ഓപ്ഷൻസ്. ഇത് പിന്നെ നമ്മുടെ മൈലേജിൻ്റെ കാണിക്കുന്നത്. അപ്പോൾ 37.8 mpg ആണ് ഇപ്പം നിലവിലെ മൈലേജ് കാണിക്കുന്നത്. അത്യാവശ്യം നല്ല മൈലേജാണ് ഇത്രയും വലിയൊരു കാർ വെച്ച് നോക്കുമ്പോൾ, അത് ഹൈബ്രിഡ് ആയതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ വശം ഉള്ള കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ സ്ക്രീന് ഈ കാണുന്നതാണ് ഇതിൻ്റെ സ്ക്രീന്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റം എന്ന് പറയുന്നത് JBL ആണ്, അത്യാവശ്യം നല്ലൊരു സിസ്റ്റമാണ്. പിന്നെ ഇതൊക്കെ ഇതിൻ്റെ കൺട്രോൾസ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് സീറ്റിന് ഓട്ടോമാറ്റിക് ഹീറ്റിംഗ് വേണമെങ്കിൽ ഓൺ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ സ്റ്റിയറിംഗ് വീല് നമുക്ക് വിൻ്ററിൻ്റെ സമയത്ത് വളരെ യൂസ്ഫുള്ളാണ്, ഹീറ്റിംഗ് ഓപ്ഷനുണ്ട്. ബാക്കി എല്ലാം ഈ ഫ്രണ്ടിലത്തെ 2 സീറ്റിനും ഈ പറഞ്ഞ ഓട്ടോമാറ്റിക്, ബാക്കി പുറകിലത്തെ സീറ്റൊക്കെ മാനുവലാണ്. ഇതൊക്കെയാണ് അതിൻ്റെ നമുക്കറിയാവുന്ന ഓപ്ഷൻസ്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് ഗിയർ, പിന്നെ ഇതിൽ സാധാ ഓപ്ഷൻസൊക്കെ തന്നെ, പാർക്കിംഗ്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്. പിന്നെ നമുക്ക് മാനുവൽ മോഡിലേക്ക് ചേഞ്ച് ചെയ്യാനൊരു ഓപ്ഷനുണ്ട്. ഇങ്ങനെ റൈറ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാനുവൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് എല്ലാ വണ്ടിയിലും ഉണ്ടല്ലോ. പിന്നെ മോഡ് ഇതുപോലെ സ്പോർട്സ്, നോർമൽ, എക്കോ ഉണ്ട്. പിന്നെ ഇത് ഓട്ടോമാറ്റിക്കാണ് ഹാൻഡ് ബ്രേക്ക്. നമ്മൾ വണ്ടി പാർക്കിങ്ങിലിടുമ്പോൾ ഓട്ടോമാറ്റിക് അത് ബ്രേക്ക് ഓൺ ആയിക്കോളും. പിന്നെ ഹോൾഡ് ഇതിൻ്റെ ഒന്നും ആവശ്യം വരാറില്ല, കാരണം ഇത് മറ്റേ കയറ്റത്തൊക്കെ നിൽക്കുമ്പോൾ വണ്ടി ഹോൾഡ് ചെയ്ത് നിർത്താനാണ്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം വണ്ടി പുറമോട്ട് എന്തായാലും പോകത്തില്ല. പിന്നെ ട്രെയിൽ എനിക്ക് തോന്നുന്നു നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ വലിക്കുമ്പോൾ EV മോഡ്, ഈ പറഞ്ഞ സെയിം എക്കോയും EV മോഡ്, EV മോഡ് ഇടുമ്പോൾ ഇലക്ട്രിക്കായിട്ട് ഓടും, ഉള്ള ചാർജ് വെച്ചിട്ട്, ചാർജ് അത്യാവശ്യം ബാറ്ററിയിലുണ്ടെങ്കിൽ. അതൊക്കെയാണ് അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഓപ്ഷൻ. ഇവിടെ ഒരു മൊബൈൽ ചാർജിങ് ഓപ്ഷനുണ്ട്, വയർലെസ് ആയിട്ടുള്ള. പിന്നെ അത്യാവശ്യം സ്പേസ് ഇതിൻ്റെ അണ്ടറിലും ഉണ്ട്, നിറയെ സാധനങ്ങളാണിപ്പം. പിന്നെ ചാർജിങ്ങിൻ്റെ ആണെങ്കിൽ ചാർജിങ് നമുക്ക് ഇവിടെ ആപ്പിൾ പ്ലേ അല്ലെങ്കിൽ സാംസങ് ആൻഡ്രോയിഡ് പ്ലേ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന മൊബൈൽ ഓട്ടോമാറ്റിക് ഇതായിക്കോളും. പിന്നെ 2 അനന്തര ചാർജിങ് സ്പോട്ട്, പിന്നെ ഒരു നോർമൽ 12 വോൾട്ടിൻ്റെ ചാർജിങ് ഇതുണ്ട്. അതുപോലെ നമ്മുടെ റിയർ സൈഡിലും ഉണ്ട് ചാർജിങ്ങിൻ്റെ 2 USB പോർട്ടുകൾ, അത് കാണിച്ചു തരാം. ഇത് നമ്മുടെ പുറകിലിരിക്കുന്നവർക്ക്, അതായത് മിഡിൽ റോയിലിരിക്കുന്നവർക്ക് നമ്മുടെ എയർ കണ്ടീഷൻ സെറ്റിങ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ താഴെ 2 ചാർജിങ് പോർട്ടുകളുണ്ട്, USB പോർട്ടുകൾ 2.1A 2 ഉണ്ട്. അപ്പോൾ പുറകിലിരിക്കുന്നവർക്കും മൊബൈലൊക്കെ കേബിൾ കുത്തി ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മിഡിൽ സീറ്റിൻ്റെ സ്പേസ്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. നമുക്ക് ഈ സീറ്റ് വേണമെങ്കിൽ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഏറ്റവും പുറകിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ലെഗ് സ്പേസും ഉണ്ട്, ഇതുണ്ട്. പിന്നെ ഞാൻ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് പനോരമിക് റൂഫുണ്ട്. അപ്പോൾ അത് നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഫുള്ള് ഇത് തുറക്കാം, ഞാൻ കാണിച്ചു. അപ്പോൾ ഇതാണ്, ഇത്രയും ഫുൾ ഓപ്പൺ ആവും. പിന്നെ അതുപോലെ ഇത്രയും പാർട്ട് നമുക്ക് ഗ്ലാസ് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഓപ്പൺ ചെയ്ത് കാണിക്കാത്തത്. പിന്നെ അത് ഇങ്ങനെ പ്രസ് ചെയ്താൽ ക്ലോസ് ആവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്കിലെ സീറ്റിങ്. ശരിക്കും പറഞ്ഞാൽ 2 അഡൽസിന്, ഇപ്പോൾ കുട്ടികളാണെങ്കിൽ 3 പേർക്ക് ഇരിക്കാം, പക്ഷേ സീറ്റ് ബെൽറ്റിൻ്റെ ഓപ്ഷൻ 2 ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. നമ്മൾ ഈ സീറ്റ് കുറച്ച് പുറമോട്ടാക്കിയാലും കണ്ടല്ലേ, അവർക്ക് നല്ല സ്പേസ് വരും, നമുക്ക് ലെഗ് സ്പേസ് ഉണ്ട്. പിന്നെ ഇച്ചിരി പുറകിലത്തെ സീറ്റാകുമ്പം കുറച്ചിങ്ങനെയാണെന്നേ ഉള്ളൂ, പക്ഷേ കംഫർട്ടബിളാണ്. ഒരുപാട് ലോങ് ഡിസ്റ്റൻസ് ഒന്നും പോകുമ്പം കുട്ടികളിരിക്കുന്നതാണ് നല്ലത്. കുട്ടികളാണെങ്കിൽ കുഴപ്പമില്ല, അവർക്ക് ലെഗ് കറക്റ്റായിട്ടിരിക്കും. അഡൽസ് ആകുമ്പോഴും കുഴപ്പമൊന്നുമില്ല. നമ്മൾ അഡൽസ് ഇരുന്ന് 1.5 മണിക്കൂർ ലോങ് യാത്രകളൊക്കെ ഒരുപാട് പോയിട്ടുണ്ട്, 7 അഡൽസ് ഇരുന്ന്. അപ്പം അതാണ്. പിന്നെ ഇവിടെ കുറച്ച് കപ്പ് ഹോൾഡറൊക്കെ ഉണ്ട്, 2 വെച്ച് 2 സൈഡിലും ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കംഫർട്ടബിൾ സീറ്റിംഗ് ആണ്. അപ്പോൾ അഡൽസിന് ഇരുന്ന് യാത്ര ചെയ്യുക, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കാരണം BMW X5 ഇരുന്ന് പുറകിലിരുന്ന് യാത്ര ചെയ്തവർ ഇത് യാത്ര ചെയ്തപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് അതിനെക്കാട്ടിലൊക്കെ നല്ല സ്പേസ് ഈ വണ്ടിയിലാണ്. കാരണം ഇതൊരു 7 സീറ്റർ തന്നെയാണ്, മറ്റേത് ഓപ്ഷണൽ 7 സീറ്റ്സ് ആണല്ലോ അവസാനത്തെ 2. പിന്നെ റിയറിലും നമുക്ക് 2 AC വെൻ്റ് 2 സൈഡിലും വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം അത്യാവശ്യം ഈവനായിട്ട് എയർ കണ്ടീഷൻ എല്ലാവർക്കും കിട്ടും.
അതുപോലെ സ്പീക്കറിൻ്റെ വെൻറ്റുകളും വരുന്നുണ്ട്. അപ്പം സ്പീക്കറിൻ്റെ ഇത് സൗണ്ടും എല്ലാം ഈക്വലായിട്ട് കിട്ടും. അപ്പം അതൊക്കെയാണ് നമ്മുടെ എന്താണ് ഹൈലാൻഡറിൻ്റെ സീറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഈ വണ്ടിയുടെ ഇതിന് ഒരു സ്പെയർ ടയർ വരുന്നുണ്ട്. അപ്പോൾ അതിന് ആദ്യമേ സ്പേസർ, അതായത് ചെറിയ ടയറായിരുന്നു, ഞാനത് ചേഞ്ച് ചെയ്തിട്ട് സെയിം ഒരു അലോയും വാങ്ങിച്ചിട്ട് സെയിം ടയറാക്കി. കാരണം നമ്മൾ യൂറോപ്പൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ട്, എപ്പോഴെങ്കിലും ചേഞ്ച് ചെയ്യേണ്ടി വന്ന ഇതാണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്പെയർ ടയർ ഇതിൻ്റെ അണ്ടറിലാണ്. വലിയ മിക്കവാറുള്ള HCVയുടെയൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ടയർ സേഫായിട്ട് അവിടെ ഇരുന്നോളും. നമുക്കത് എടുക്കുന്നത് ഇത് ജസ്റ്റ് ഡിക്കി ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നിന്നാണ് അതിൻ്റെ എടുക്കാനുള്ള ഓപ്ഷൻസ് ഇതിൻ്റെ അണ്ടറിലാണ്. അപ്പം ജസ്റ്റ് ഇവിടെ നമ്മളൊന്ന് ജസ്റ്റ് കറക്കിയിട്ടാണ് ഇതെടുക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഡിക്കിക്കുള്ളൊരു കവറുണ്ട്, അത് ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല. നമ്മളിവിടെ ഇങ്ങനെ കവർ ചെയ്ത് വെക്കാനുള്ള സാധനമാണ് അത്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഇതുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹൈലാൻഡറിനെ കുറിച്ചുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ്, വണ്ടിയുടെയും നേഴ്സിങ്ങിൻ്റെയൊക്കെ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.